ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ കറി ഉള്ളിപ്പരട്ടാണ്. ചെറിയ ഉള്ളിയിൽ അതെടുത്തിട്ട് ഉള്ളിപ്പരട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത്. ഉച്ചയ്ക്ക് ഊണിന് നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ കഴുകിയിട്ടിട്ട് അതിനകത്തേക്ക് നമ്മളത് വേകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു. 2-3 പച്ചമുളക് ഇടുക. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. കറികൾക്ക് എപ്പോഴും കല്ലുപ്പാണ് നല്ലത്. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. പതുക്കെ ഒന്ന് വെന്താൽ മതി, ഒരുപാട് അങ്ങോട്ട് ഇതാകണ്ട. അപ്പോൾ അതേ വെന്തിട്ടുണ്ട്, ഒരുവിധം അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കടുക് ഇടണം. ഇനിയിപ്പോൾ ഇത്രയും ജീരകം ഇട്ടു. ഇനിയിപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. ഇതേ കറിവേപ്പില ഇട്ടു. ഇതിടാണേ മുളക് ചതച്ചത്. ഇതൊന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. ഇനി അതൊന്ന് അങ്ങോട്ട് വാടിയപ്പോഴത്തേക്കും ആ പുളി പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. ഉലുവാപ്പൊടി കുറച്ചിടണേ. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, അതും ഇടണം കേട്ടോ. കുറച്ച് കായപ്പൊടി കൂടി ഒന്ന് വാടിയതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക. വാളംപുളി ദേ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവിക്ക് ഉപ്പ് പിടിക്കുന്നത്. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇനി ഇത് അടച്ചു വയ്ക്കാം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ശർക്കരപ്പൊടി ഇടാം. ശർക്കരയുടെ പൊടി ഇത്തിരി മധുരം കിട്ടാനാണ്. എരിവ് കൂടുതലായിരിക്കും ചിലപ്പോൾ. അത് തന്നെയല്ല, അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇട്ടാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വീണ്ടും ഉള്ളി വേവിച്ച് വെച്ചേക്കുന്നത് ആ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ, അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇത് കൂട്ടി നോക്കട്ടെ. സൂപ്പറായിട്ട് ഇടുക്കാച്ചി കറി. ഇത് എളുപ്പത്തിനൊക്കെ ഉണ്ടാക്കാം, തേങ്ങയില്ലാത്ത കറി. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉള്ളിപ്പരട്ട് കറിയാണിത്. ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്.